നമസ്കാരം. നെറ്റിപ്പട്ടത്തിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലക്ഷക്കണക്കിന് ഏക്കത്തുകകൾ വാങ്ങി എഴുന്നള്ളിക്കുന്ന ആനയാണ് ഗജരാജ ഗന്ധർവൻ പാമ്പാടി രാജൻ. ഒറ്റപ്പാലം മരിശ്ശേരി കൊച്ചയ്യപ്പന്റെ മുന്നിൽ പേടിച്ച് വിറച്ചു നിൽക്കേണ്ടി വന്ന പാമ്പാടി രാജന്റെ വീഡിയോ ആണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നാലും മരിശ്ശേരി കൊച്ചയ്യപ്പന് മുന്നിൽ 15 മിനിറ്റോളം നേരം പാമ്പാടി രാജന് പേടിച്ച് വിറച്ച് നിൽക്കേണ്ടി വന്ന ആ സാഹചര്യം എന്താണെന്ന് നമുക്കറിയണ്ടേ? നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കഥ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം 2 പേരുടെയും ഒരു ഇൻട്രോ അത്യാവശ്യമാണെന്ന് തോന്നി. മരിശ്ശേരി കൊച്ചയ്യപ്പനെയും പാമ്പാടി രാജനെയും തമ്മിൽ കമ്പയർ ചെയ്യാമോ എന്നാവും ചിലരുടെ സംശയം. എന്നാൽ ഇവിടെ ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല എന്നതാണ് യഥാർത്ഥ സത്യം. മരിശ്ശേരി കൊച്ചയ്യപ്പൻ ഉത്സവപൂരങ്ങളുടെ ഈറ്റില്ലമായ വള്ളുവനാടിന് മരിശ്ശേരി ഹരി നൽകിയ വലിയ സംഭാവനകളിലൊന്ന്. ഉയരം കൊണ്ട് കേമനല്ലെങ്കിലും വള്ളുവനാടിൻ്റെ ഉത്സവങ്ങൾക്ക് കൊടിയേറിയാൽ പിന്നെ കൊച്ചയ്യപ്പനല്ലാതെ മറ്റാര്? പങ്കെടുത്ത ഉത്സവങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അത് തീരില്ല. ഇനി പാമ്പാടി രാജനും ഇരിക്കട്ടെ ഒരു ചെറിയ പരിചയപ്പെടൽ. നാട്ടാനച്ചന്തത്തിലുള്ള ആനയഴകിൻ്റെ പൂർണ്ണ രൂപം. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആനകളിൽ ഒരുത്തൻ. വെളുത്ത 18 നഖങ്ങളും നീണ്ട തുമ്പിയും കരിവീട്ടിയുടെ നിറവും. 2001 തൃശ്ശൂർ പൂരത്തിലെ മടത്തിൽ വരവിലും 2002 പാറമേക്കാവിലും പങ്കാളിയായി. കൊല്ലം ആനയടി ഗജമേളയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ ഏക്കത്തിലാണ് കമ്മിറ്റി പാമ്പാടി രാജനെ എഴുന്നള്ളിക്കുന്നത്. ഉഗ്രൻ വരവേൽപ്പുമൊക്കെയായി രാജൻ ഇങ്ങെത്തുമ്പോൾ വഴിയിൽ കാലൊക്കെ മുന്നോട്ട് കയറ്റി വെച്ച് വിസ്തരിച്ചുള്ള ഒരു കുളിയാണ്. പാമ്പാടി രാജൻ ആരടാ നോക്കിയപ്പോൾ നമ്മുടെ കൊച്ചയ്യപ്പൻ. ശീവേലിക്ക് സമയമായി. കൊച്ചയ്യപ്പനുണ്ടോ വഴിയിൽ നിന്നും മാറുന്നു. അവസാനം കിട്ടിയ വഴിയിലൂടെ പാപ്പാന്മാർ പാമ്പാടിയെ വഴി നടത്തി. എന്നാൽ കൊച്ചയ്യപ്പൻ്റെ ആ ഇരുത്തവും കുളിയും കണ്ടതും പാമ്പാടി രാജൻ പേടിച്ച് വിറച്ച് ഒരു നിൽപ്പായിരുന്നു.
മാറ്റിയ പോലെ പത്ത് മിനിറ്റിലധികം കഴിഞ്ഞാണ് ആ നിൽപ്പ് അവസാനിച്ചത്. അവസാനം കൊച്ചയ്യപ്പൻ ഒന്ന് വഴിമാറി കൊടുക്കേണ്ടി വന്നു. പാപ്പന്മാർ പാടുപെട്ട് അങ്ങനെ എങ്ങനെയോ പാമ്പാടി രാജനെ ക്ഷേത്രത്തിലെത്തിച്ച് തിടമ്പേറ്റി. പാമ്പാടി രാജനും കൊച്ചയ്യപ്പനും തമ്മിലുള്ള ഈ ഒരു ആനക്കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ആനവിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിനിടയിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.